കൊല്ലം ജില്ലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള കടുവയുടെയും പുലിയുടെയും ആനയുടെയൊക്കെ സാന്നിധ്യമുള്ള ഒരു മലയോര ഗ്രാമപ്രദേശത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ പഞ്ചായത്തിലെ ഒരു വനമേഖലയാണ് കറവൂർ എന്ന ഈ ഒരു കൊച്ചു ഗ്രാമം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സാണ്. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ. ചാലിയക്കര എസ്റ്റേറ്റ്, AVT ചാലിയക്കര എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങളാണ് നമ്മൾ റോഡിന് ഇരുവശങ്ങളിലും കാണുന്നത്. ഇവിടുത്തെ ആളുകൾ കൂടുതലായും ഈ ചാലിയക്കര എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളാണ്. അതിനു പുറമെ അവർ കന്നുകാലികളെ വളർത്തുന്നുണ്ട്. നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇവിടെ പുലി വന്ന് പശുക്കളെ ആക്രമിച്ചതിൻ്റെ ന്യൂസ്, വന്യമൃഗങ്ങൾ ആക്രമിച്ചതിൻ്റെ ന്യൂസ്, ആന വന്നതിൻ്റെ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ആനയുടെയും പുലിയുടെയും കടുവയുടെയും എല്ലാം സാന്നിധ്യമുള്ള ഒരു ഗ്രാമമാണിത്. കറവൂരിലെ യാത്രയിൽ നമ്മൾ കാണുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് റോഡിലൂടെ ഇങ്ങനെ കന്നാലികൾ നടന്നു പോകുന്നത്. രാവിലെ തീറ്റ തേടി പോയിട്ട് വൈകിട്ടാവുമ്പോഴാണ് തിരിച്ച് ഈ കന്നുകാലികൾ അവരുടെ വീടുകളിലേക്ക് എത്തുന്നത്. കറവൂരിലൂടെയുള്ള യാത്രയിൽ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാറില്ല. BSNL സിമ്മിന് മാത്രമാണ് ഇവിടെ റേഞ്ച് ഉള്ളത്. ഇവിടെയുള്ളവർ കൂടുതലും കടകളിലൊക്കെ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമമാണ് കറവൂർ. അതുപോലെ തന്നെ കറവൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ കനാലും അക്വഡേറ്റും ഒക്കെയാണ് ഈ കറവൂരിനെ ഇത്ര മനോഹരമാക്കുന്നത്. ചാലിയക്കര അക്വഡേറ്റ് കൊല്ലം ജില്ലയിലുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ചാലിയക്കര അക്വഡേറ്റിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. ചാലിയക്കര അക്വഡേറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോയും കൂടെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലം ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് കറവൂർ. വനപാതയിലൂടെ വന്യമൃഗങ്ങളെ കണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കറവൂർ വഴി അച്ചൻകോവിൽ യാത്ര ചെയ്യാൻ കഴിയും. പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് കറവൂർ വഴി അച്ചൻകോവിൽ പോകാനുള്ള ബസ് കിട്ടും. കേരളത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്നതും മനോഹരവുമായ ഒരു വനപാതയാണ് കറവൂർ അച്ചൻകോവിൽ വനപാത. എൻ്റെ അടുത്ത വീഡിയോ കറവൂർ അച്ചൻകോവിൽ വനപാതയിലൂടെയുള്ള യാത്രയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ്.